So hello guys, welcome back to another episode of Minecraft Let's Play episode. ഇന്ന് ഞാൻ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എല്ലാം കൈ പിടിച്ചിരിക്കണ കാരണം ഇന്ന് ഞാൻ നെതറിൽ പോകുന്നു ഗൈസ്. അപ്പോൾ ഇതപ്പോൾ എനിക്ക് 6 ഡയമണ്ട് ആർമർ ഞാൻ വാങ്ങിച്ച് പുതിയൊരു ഡയമണ്ട് ആർമർ. കാരണം എൻ്റെ പഴയ ഡയമണ്ട് ആർമറിലെ ഫുള്ള് അടിപൊളി എൻചാൻറ്റിങ്സ് എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് ഗോൾഡൻ ക്യാരറ്റൊക്കെ ഞാൻ വാങ്ങിച്ച് ഒരു സ്റ്റാക്ക് വേറെ ഉണ്ട് എൻ്റെ കയ്യിൽ, അവിടെ ഇരിക്കട്ടെ. എടാ ഇപ്പം ഞാൻ കുറേ അടിപൊളി എൻചാൻറ്റിങ്സ് വാങ്ങിച്ച് എൻ്റെ പഴയ ആർമറിൽ ഡയമണ്ട് ആർമറിനെ ഇട്ട് ഇന്ന് ഞാൻ നെറി പോകുമ്പോൾ എനിക്ക് ആ ഫുൾ എൻചാൻറ്റിങ്സ് പിന്നെ എടുക്കണം. അതുകൊണ്ട് ഞാൻ പുതിയൊരു ഡയമണ്ട് ആർമർ വാങ്ങിച്ചു. അതിനകത്ത് ഓൾറെഡി കുറച്ച് എൻചാൻറ്റിങ്സ് ഉണ്ട്, അരികട്ട് കുറച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ നെതർ പോർട്ടിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഈ ബേസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എടാ ഞാൻ നോക്കി, ഞാൻ ഇവിടെ കുറേ വില്ലേജിൻ്റെ അവിടെയൊക്കെ നോക്കിയേ. എന്നിട്ട് ഞാൻ റെൻഡർ ചാൻസ് കുറച്ചാണ് ഇട്ടിരുന്നത്. ഫുൾ ഇട്ടപ്പോഴത്തേക്കും നമ്മൾ അയൺ ഫാമിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നുണ്ടായിരുന്നു തോന്നുന്നു. എവിടെ 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 ആ ഇവിടെ തന്നെ ഒരു എൻജാഷേ നെതർ പോർട്ടലുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി വഴിയെല്ലാം അടുക്കി വെച്ചിട്ടുണ്ടല്ലേ. കമോൺ ബേബി. ഓക്കെ, അതിനകത്ത് കുറച്ച് ഒബ്സീഡിയൻസ് ഉണ്ടോ. അയ്യോ അയ്യോ. ഓക്കെ, ഇനിയും ഇപ്പം എത്ര പക്ഷേ ഈ സാധനം പൊട്ടിച്ചാളാം. ഇനി ഇത് പൊട്ടിച്ചാളാൻ 1 മണിക്കൂർ എടുക്കും. ഇത് കുറേ നേരം എടുക്കും. അവിടെ പൊട്ടിച്ചെടുക്കുക കുറേ നേരം എടുക്കുമോ? ഇല്ലല്ലോ, കുറേ നേരം ഒന്നും എടുക്കൂല. പറഞ്ഞില്ലേ കുറേ നേരം ഒന്നും എടുക്കൂല. ഇത് ഇവിടെ അടിപൊളി നെതർ പോർട്ടൽ കേട്ടോ, അടിപൊളി നെതർ പോർട്ടൽ. ഓക്കെ, ഇനി ഇതും കൂടെ പൊട്ടിച്ചെടുക്കാം. ഇനി ഉണ്ടല്ലോ എന്നെ മണ്ടയിൽ ഒരെണ്ണം, അതും കൂടെ പൊട്ടിച്ചെടുത്തിട്ട് നമ്മളെ നെതർ പോർട്ടൽ അടാ അതിന് ഉണ്ടാക്കുള്ള എല്ലാ ഓപ്ഷനും ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ആടാ മോനെ സീന്. ബാക്കി ഓപ്ഷീഡിയൻ ഇവിടെ 2 ഓപ്ഷീഡിയനും കൂടെ ഉണ്ട്. ഇത് മതിയാവും തോന്നുന്നുണ്ടോ? മതിയാവൂ എടാ, മതിയാവില്ലെന്ന് തോന്നണ്ട. തോന്നല്ല മതിയാവും. അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് 2 എണ്ണം പൊട്ടിച്ചെടുത്താലും മതി. സൈഡിൽ നിന്ന് 2 എണ്ണം പൊട്ടിച്ചെടുക്കണം. അതിനൊപ്പം ഈ ലാവ് ഓഫ് ആക്കണം. മണ്ണതരം പിന്നെ അവിടെ പണിപാടി. ഇനി ഇത് പൊട്ടിച്ചെടുക്കണമല്ലേ. എന്തുവാ ബ്രോ, എന്തുവാ. ഇനി ഈ ഒബ്സിഡിയൻ പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അവിടെ കൊണ്ട് വയ്ക്കാം. അത് തന്നെ, അതങ്ങനെ അങ്ങനെ വയ്ക്കാം. ഒബ്സിഡിയൻ താങ്ക്സ്. എനിക്ക് 2-3 ഒബ്സിഡിയൻ എന്തോ വേണം. ഇവിടെ ഒരു ഒബ്സിഡിയനും കൂടെ ഉണ്ട്. ഇതും കൂടെ പൊട്ടിച്ചെടുക്കാം. പൊട്ടിയിര്. ലാവയ്ക്കകത്ത് പോലെ കിട്ടിയ ഭാഗ്യം. ജസ്റ്റ് മിസ്, ലാവ തൊട്ടടുത്ത്. ഇനി ഈ ബ്ലോക്കല്ല ഇവിടെ തിരിച്ച് അവിടെ അതേപോലെ വച്ചിട്ട് ഇവിടെ നിന്ന് കിട്ടി 2 ഓപ്ഷനെ എടുത്ത് വെച്ചാ. ഓക്കെ, അവിടെ ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടെ ഒരെണ്ണം വെച്ചാ എൻ്റെ അളിയ ജസ്റ്റ് മിസ്. ഓ മൈ ഗോഡ്. ഓക്കെ കറക്റ്റ്. ഇനി ഇത് കത്തിക്കാൻ പറ്റുമോ? ഷവറിട്ട് കത്തിക്കണം. ഓക്കെ, പിന്നെ എല്ലാ ഐശ്വര്യങ്ങളും നേരിട്ട് കൊണ്ട് ഈ സീരീസിൻ്റെ ഫസ്റ്റ് നെതർ പോർട്ടൽ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഇനി നെതർ പോർട്ടൽ ഞാൻ ഓണാകും, കാരണം നെതർ ഹബ്ബ് ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കണുണ്ടേ. നെതർ ഹബ്ബ് എടാ എനിക്ക് മറ്റേ ബാസിനൊക്കെ കൂടുതൽ സ്പോണുള്ള സ്ഥലം ഉണ്ടല്ലോ, എൻ്റെ പേര് മറന്നുപോയി. അവിടെ സ്പോണായാൽ തീർന്നടാ. ഒട്ടും ഇഷ്ടമല്ല എനിക്ക് ആ സ്ഥലം. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും നേരിട്ട് കൊണ്ട് ഇങ്ങോട്ട് ലാവ. അയ്യമ്മേ. ഓക്കെ, നമ്മൾ നെതറിൽ പോന്നു. അയ്യോ നെതറിൽ പോണേ. അയ്യമ്മേ. തുടങ്ങിയപ്പോൾ തന്നെ നാശം. എടാ എന്നാ പരിപാടിയടാ കാണിച്ചേ. എടാ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സും കൂടെ എടുക്കുള്ളായിരുന്നു. മണ്ട ഞാൻ പെടുന്നു നെതറേ, ഞാൻ പറഞ്ഞേ.
എടാ നമുക്കിനി കുറേ നെതർ പോർട്ടലൊക്കെ ഉണ്ടാക്കി നെതർ ഹബ് ഉണ്ടാക്കണം. ഞാൻ നെതർ ഹബിനാണ് കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കണേയില്ലേ വലിയ ഗുണമൊന്നും കാണൂലായിരിക്കും. തിരിച്ച് ഞാൻ അവിടെ ഇത് ഏതാ സ്ഥലം? ഇതിനു മുമ്പ് ഈ സ്ഥലത്തിൽ ഒരു പരിചയമില്ലല്ലോ. ഈ സ്ഥലം കണ്ട് ഒരു പരിചയമില്ല. പണിപാളി നമ്മളെ ബേസിൻ്റെ തൊട്ടടുത്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്നടാ. ബേസ് തൊട്ടടുത്താണോ? ഓ എടാ നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് എൻ്റെ അളിയാ. എടാ വേണ്ട നമ്മളെ ട്രേഡിങ് ഹാള് ഇതെന്തടാ ഇത്? നമ്മളവിടെ സ്പോണായി. ഓരോരോ കളികളെ. കുഴപ്പമില്ല, അവിടെ തന്നെ സ്പോണാവണം. കുഴപ്പമില്ല. ഇവിടെ നിന്ന് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് എടുക്കണമല്ലേ. ഒരു ഒറ്റ ബിൽഡിംഗ് ബ്ലോക്ക് ഇല്ല. ഈ ഡേർട്ടും ഇതൊക്കെ എടുത്തോണ്ട് പോവാം. വേറെ ഒന്നും എൻ്റെ ഇല്ലടാ. അയൺ ബ്ലോക്ക് എടുത്താലേ ബിൽഡിംഗ് ആയിട്ട്. നമ്മളിപ്പോൾ ഫുള്ള് റിച്ച് അല്ലേ. ഇത്ര അഹങ്കാരം വേണ്ട. ഞാൻ ചുമ്മാ ഒരു രസത്തിനൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇതേത് ജസ്റ്റ് അല്ല, നീ ഏതാ? കുഴപ്പമില്ല, നമുക്ക് നേരെ പോവാം. എടാ ഇവിടെ സ്പോണാവണല്ലോടാ, അതാണ് ഞാൻ. എനിക്ക് ഇനി അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും ട്രാൻസ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടാക്കണം. അത് തന്നെ, അവിടെ നിന്ന് ട്രാൻസ്പോർട്ട്. ഞാൻ വിചാരിച്ചു അയ്യോ ഞാൻ എവിടെയും കളഞ്ഞു പോയിരുന്നു. അല്ലെങ്കിൽ ഞാൻ പിന്നെയും ചത്തിട്ട് വന്നേരാം. ഞാൻ റീസ്പോണെല്ലാം സെറ്റ് ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇവിടുത്തെ നെതർ പോർട്ടൽ എവിടെ കൊണ്ടാണ് എന്നെ എത്തിക്കണത് ബ്രോ? എടാ ഇന്നത്തെ എപ്പിസോഡ് ഇത് തന്നെടാ, ഫുള്ള് നെതർ തന്നെ. ഓ എൻ്റെ കളിയാ. എടാ ഈ ലാവ് എനിക്ക് വലിയൊരു ശല്യമായിട്ട് മാറണം. പിന്നീട് ഞാൻ ലാവ ഫാം വല്ലതും ഉണ്ടാക്കിക്കോളാം. ഇനി ലാവ കാണുമല്ലേ എന്തായാലും ഇവിടെ. ഒരു ലാവെങ്കിലും ഉണ്ട് ഭാഗ്യം. ഞാൻ വെച്ച് ഒറ്റ ലാവ പോലും ഇല്ലെന്ന്. ഓക്കെ, ഇനി നമുക്ക് നെതറിൽ പോവാം. ബൈ. ഈ സീരീസിലെ നെതർ നല്ല നെതറാവണം. ഒരിടത്തു ക്യാമറ മാറിപ്പോയി. ഇതേത് സ്ഥലം? ഇത് നമ്മൾ വന്ന സ്ഥലം തന്നെ. പിന്നെ ബൈ എടാ ഈ ലാവയും കൂടെ ഒന്ന് ഓഫാക്കണടാ. ഈ ലാവ എനിക്ക് പിന്നെ ശല്യമായി. ഈ ലാവകളാണ് എനിക്ക് ഏറ്റവും ശല്യമുള്ള സാധനം. ഓക്കെ, ലാവ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ആ ഒരു സൈഡും കൂടെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിരിക്കാം. വെറുതെ എന്തിനടാ ചുമ്മാടന്ന് വീണ് ചാവണേ. ഓക്കെ, ഇനി എൻ്റെ കോർഡിനേറ്റ്സ് ആണ് -3. ഇനി ഞാൻ ആ വഴി കൂടെ പോയാണ്. എടാ ഇത് എവിടെ എത്തും ഈ സ്ഥലം? പോയി അല്ലെങ്കിൽ നമ്മളിങ്ങനെ മൈൻ ചെയ്തുകൊണ്ടേ പോകണം. ഇത് എവിടെ ചെന്ന് തീരും? ഇനി എൻ്റെ വീട്ടിലെത്താനുള്ള വഴി എനിക്ക് അറിയണമെങ്കിൽ തേഞ്ഞേട്ടാ. അവന്മാർ ചിലപ്പോൾ എന്നെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. പിഗ്ലിൻസ് പറയാൻ പോലെ ഞാൻ ഗോൾഡ് ആർമർ ഇല്ലടേ. നമ്മൾ വലിച്ച് എടാ ഇത് റാപ്പിഡ് ഫോറസ്റ്റ് അല്ലേ? യെസ് ഗൈസ്, നമ്മൾ റാപ്പിഡ് ഫോറസ്റ്റ് എത്തി. ഞാൻ വന്ന വഴി ഇനി ഏതാണാവോ? ഒരു വലിയ ഓട്ടോയിൽ കൂടെ അല്ലേ ഞാൻ വന്നത്. പോണ വഴിയിൽ ഈ ഡെർട്ടെല്ലാം വെച്ചിട്ട് പോവാ. അയ്യോ എൻഡർമാനെ മാറ്. ഇവന്മാരെ കണ്ണീന്ന് അവിടെ സൗണ്ട് ഇല്ലടാ. ബൈ. എൻഡർമാനെ പോ. താഴോട്ട് പോടെ. ഇത് അവിടെ താഴോട്ട് ബെഡ് റോക്കാണ്. ഈ പിക്കാസിനകത്ത് എന്തിനാണുള്ളത്? എന്തൊക്കെയോ ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്.
എന്തറ ഞാൻ കണ്ട ലാവ സൈഡിൽ കൂടെ ഒന്നറാ. എൻ്റെ ആളിയാ എടാ ടോർച്ചും കൂടെ കൊണ്ടുപോകാം. ഇനി ലാവപ്പെട്ടാ ഞാൻ ചത്തു. ഞാൻ വൈരവിൽ എത്രയാടാ? ബെഡ്റൂം ഗോൾഡൊക്കെ കിട്ടി. ഗോൾഡൻ ഫ്ലവറാ ഇതൊക്കെ? എന്തിനു എടാ വേറെ ഒരിടത്ത് എത്തണല്ലോ. ബെഡ്റോക്ക് ആണെങ്കിൽ നമുക്ക് തിരിച്ചു പോകണം. കാരണം അന്ന് ഇവിടെ എന്തോ കിട്ടി മറ്റേ മാഗ്മ ബ്ലോക്ക്. ഒരു നെതർ ഫോർട്രസ് കണ്ടു കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നടാ. ചിലപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തായിരിക്കും ലാവ കാണണം. മാഗ്മ ബ്ലോക്ക് എവിടെയും കാണുമെങ്കിൽ ലാവ കാണും. ഇത് നമ്മൾ മുകളിലോട്ടാണോ പോണേ താഴോട്ടാണോ പോണേ? ഞാൻ വൈ ലെവലിൽ 10. മിക്കവാറും ഞാൻ നെതറൈറ്റ് മൈനിങ്ങിനായിരിക്കും പോണേ. സത്യം എടാ ഞാൻ നെതറൈറ്റ് മൈനിങ്ങിനാടാ ഞാൻ പോണേ. വൈ ലെവൽ 12. എടാ നമ്മളെ ഇനി വൈ ലെവൽ -5. അല്ല വൈ ലെവൽ 10 നമ്മളിരിക്കണേന്ന് തോന്നുന്നു. യെസ് വൈ ലെവൽ 10. ഇതുവരെ ഒരൊറ്റ സ്ഥലത്ത് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഈ നടുക്കത്തെ ഞാൻ പുറകോട്ട് ഇതുവരെ ഒരിടത്ത് എത്തിയില്ല നമ്മള്. എടാ ഞാൻ കുറെ നേരം കൊണ്ട് നമ്മളെന്തോ ചെയ്യണുണ്ട് കേട്ടാ. ബെഡ്റോക്ക് എത്തിയടാ. എടാ നമുക്ക് ഇന്നത്തെ പ്ലാന് മാറ്റി പിടിച്ചാലോ? എടാ ഞാൻ ഇന്നത്തെ പ്ലാന് മാറ്റി പിടിക്കാൻ പോകണ്ട. ഞാൻ ഇന്ന് നെതറൈറ്റ് മൈനിങ്ങിന് വന്ന് അല്ല പിന്നെ വേറെ ഒന്നും ചെയ്യേ. സത്യം പറഞ്ഞാൽ എനിക്കിതുവരെ നെതർ ഫോർട്രസ് കിട്ടിയില്ലടാ. ഞാൻ എൻ്റെ വെളിഭാഗം പോലും എന്തിരുന്ന് കണ്ടിട്ടില്ല. കാര്യം ചെയ്യാൻ്റെ വീട്ടിൽ പോയേ. എടാ ഞാൻ കുറച്ച് വീട്ടിൽ പോയി ആ വൂളും കൂടെ എടുത്തോണ്ട് വന്നാലേ. വൂൾ എടുത്തോണ്ട് പോയി ഞാൻ നെതറൈറ്റ് മൈനിങ്ങിന് വന്നാലേ. എടാ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇഷ്ടംപോലെ വൂളുണ്ട്. അല്ലെങ്കിൽ ഞാൻ കുറേ ഷീപ്പിനെ കൊന്ന ഒരു ഉണ്ട്. എടാ ഒരു ഒറ്റ മണിക്കൂർ AFK നിന്ന് നോക്കാം. എടാ ഞാൻ ചുമ്മാ നെതറൈറ്റ് മൈനിങ്ങിൽ പോയി നോക്കാം. വല്ലതും കിട്ടുമെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. വല്ലതും കിട്ടുമെങ്കിൽ മാത്രം. എടാ
എടാ ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ ഈ സോൾ സാൻഡിൽ കൂടെ സ്പീഡ് നടക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ പാൻറ്റിൽ സോൾ സ്പീഡ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അത് ആഡ് ചെയ്യണം. അത് കിട്ടണമെങ്കിൽ നമുക്ക് ബാസ്റ്റിനെ കിട്ടുള്ളൂ. ബൈ ദ ബൈ ഇത് അറ്റംപ്റ്റ് 6 അല്ല, ഇത് അറ്റംപ്റ്റ് 7 ആണ്. കാരണം ഞാൻ 2 പ്രാവശ്യം ലാവ വീണു. പേടിക്കണം, പക്ഷേ ഞാൻ 2 പ്രാവശ്യം ലാവ വീണെങ്കിലും ഡയമണ്ട് ആർമർ ഒന്നും പോയിട്ടില്ല. കാരണം ഞാൻ ഒരു പ്രാവശ്യം പോയി. നീ എന്നാ അവനെ കൊല്ല്, ലാവേ വീഴും. അതെങ്കിൽ എടാ താണ്ട അവിടെ. എടാ ഞാൻ നേരത്തെ അവിടെ ഹാപ്പി കാസിനെ കണ്ടേ. എടാ ഇച്ചടോ കിട്ടിയ കയ്യിലൂടെ കാണില്ല ഹാപ്പി കാസിനെ കാണില്ല. കണ്ടു. ഓക്കെ ഹാപ്പി കാശ് കിട്ടി. എവിടെ ഇത് എവിടെ നിന്ന്? ഈ ഒരൊറ്റ ഹാപ്പി കാശിനെ കൊണ്ട് ഞാൻ വീട്ടിൽ പോകണം. ഹാപ്പി കാസ്റ്റ് എവിടുന്ന്? അവിടെ 2 എണ്ണം കൂടെ. സോറി ബ്രോ. എടാ എനിക്കൊന്ന് വീട്ടിൽ പോണം. താങ്ക്സ്. എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് വീട്ടിൽ പോണം. ഹാപ്പി കാസ്റ്റ്. ആ ഇൻവെൻട്രിയിലോട്ടങ്ങ് നോക്കിയേ. ഇപ്പം എൻ്റെ കയ്യിലോട്ട് നോക്കിയേ. എടാ ഞാൻ ഇന്ന് ഹാപ്പി കാസ്റ്റ് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ നെതറിൽ പോയി നമ്മളെ നെതറായിട്ട് എടുക്കാൻ വിചാരിച്ചാണ്. എടാ പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പാടുപെട്ടത് ഹാപ്പി കാസ്റ്റ് എടുക്കാൻ പോയതല്ല, ഈ ഒരു ഒറ്റ സ്റ്റെയർ കേസും കെട്ടാൻ മാത്രമാണ്. എടാ വർഷങ്ങളോടെടുത്ത് ഞാൻ ഈ സ്റ്റെയർ കേസ് കെട്ടെ. അല്ലാണ്ട് നെതർ ഫോർട്രസ് ആണ്. അല്ല എടാ ഈ പാട്ടൊന്ന് കുറച്ച് വയ്ക്കാടാ. ഈ പാട്ട് ഇച്ചിരി ഇറിറ്റേറ്റിങ്. ഞാൻ ഏറ്റവും കൂടുതൽ പാടുപെട്ടത് ഈ സ്റ്റെയർ കേസ് കെട്ടാണ്. സ്റ്റെയർ കേസ് കെട്ടിയെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ ഈ സോൾ സാൻഡിലോട്ട് ഒറ്റ ചാട്ടം. അപ്പോൾ പകുതി ഹെൽത്തേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ ഗാസ്റ്റ് ഒന്ന് ഇത് പിന്നീട് ഞാൻ നേരെ ഒരു സ്റ്റെയർ കേസ് പെട്ടെന്ന് കെട്ടിക്കൊണ്ട് പോയി. എന്തോ ഭാഗ്യത്തിന് എനിക്ക് സ്റ്റെയർ കേസ് ഇട്ടുള്ള ആ ഭാഗ്യം എനിക്ക് കിട്ടി. എടാ ഇനിയൊന്നുമില്ല. ഇനി ഞാൻ കാര്യം ചെയ്യും. ഇത് കുറേ നേരം എടുക്കൂടെ വീട്ടിൽ എത്താൻ. അപ്പോൾ കുറേ അപകടങ്ങൾ കാണണമെങ്കിൽ. അപ്പോൾ ഞാനേ വീട്ടിൽ പോയി ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ബൈ വീട്ടിൽ പോയി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എടാ നമ്മളെ വീട്ടിലെത്തി. ബട്ട് കുറേ നേരം എടുത്തു കേട്ടോ. എനിക്ക് ആ പിഗ്ലിൻസിനല്ല പേടിയായിരുന്നത്. പിഗ്ലിൻസിനാണ് പേടിയായിരുന്നത്. മറ്റേ പന്നി സാധനം ഉണ്ടല്ലോ പിഗ്ലിനെ പോലെ, അതിനെയും. പിന്നെ ഞാൻ ഗോൾഡ് ആർമർ ഇടാൻ മറന്നു. എടാ അവന്മാർ എന്നെ തന്നെ ഇങ്ങനെ വെടിവെച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു വല്ലാത്ത ചതിയായിപ്പോയി. കുഴപ്പമില്ല. എടാ അപ്പോൾ ഞാനേ ഇനി ഈ ഒരു ഹാപ്പി ഡ്രൈഡ് കാസ്റ്റിനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ, എന്തോ വെള്ളത്തിൽ വെച്ച് മുക്കിയിടണേ. ആ ഒരു സെറ്റപ്പ് ഞാൻ ഒരു ബിൽഡിംഗ് ആക്കി എടുക്കാൻ പോകണം ഇന്ന് തന്നെ. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാടാ. പിന്നെ വേറെ സീനൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനുള്ള റിസോഴ്സസ് വലിയ റിസോഴ്സൊന്നും വേണ്ട, ചെറിയൊരു റിസോഴ്സസ് മതി. അപ്പം ഞാനേ ഈ ഹാപ്പി കാസ്റ്റിനെ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ റിസോഴ്സസ് എടുക്കാം. എടാ എനിക്ക് സ്നോ ബയോമും വേണ്ടി വരും കേട്ടോടാ. ഒരു കാര്യം ചെയ്യും, ഇനി എൻ്റെ പഴയ ആർമർ ഇടുക. ഞാൻ ഇനി കുറച്ചാളത്ത് നെതറിൽ പോണേ ഇല്ല ഞാൻ. അല്ലടാ ഇത് എത്ര പാടെന്നറിയാമോ. ഇനി എൻ്റെ ഒറിജിനൽ അടിപൊളി ആർമറും എൻ്റെ ബോയും എടുക്കാം. ഇൻഫിനിറ്റി ഇല്ലാത്ത ബോ എന്നേ ഉള്ളൂ, വേറെ ഒന്നും ഒരു സീനും ഇല്ല. ഓക്കെ ഇനി എൻ്റെ കയ്യിലുള്ള ആർമർ ഇവിടെ അങ്ങ് വെച്ചിരിക്കുക. എഫിഷ്യൻസിയൊക്കെ ഉള്ള
ഓക്കെ സെറ്റ്. അവിടെ എൻ്റെ ആർമറല്ലേ, എൻ്റെ പഴയ ആർമർ. ഈ പഴയ ആർമറും കൂടെ ഇട്ടിട്ട് എൻ്റെ ഈ പുതിയ ആർമറല്ലേ ഇതിനകത്ത് അങ്ങ് മാറ്റി വെച്ചിരിക്കുക. പുതിയ ഡയമണ്ട് ആർമറാണ്. ഡയമണ്ട് ആയതുകൊണ്ട് തന്നെ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. ഡയമണ്ട് എന്തിനാവട്ടെ. എടാ എമറാൾഡ് കൊണ്ടുപോടാ. ഞാൻ അല്ലല്ലേ എമറാൾഡ് അല്ലേ, ഞാൻ ഇപ്പോൾ എടുത്തതാണെന്ന് തോന്നുന്നു എമറാൾഡ്. വാട്ടറിങ് ട്രേഡർ എനിക്ക് എന്തിനു തരും? കുറച്ച് സ്പ്രൂസ് സാപ്ലിങ്സ് തരാം. പെയിൽ ഗാർഡൻ, കെൽപ്പ്. എനിക്കിതാ എനിക്കിത് വേണോടാ. ഒറ്റ മിനിറ്റ്. അയ്യോ സോറി ബ്രോ. ഞാൻ സോറി. ഒറ്റ മിനിറ്റ്. കൂൾ ഡൗൺ. ഓക്കെ, ഇനി ഇവനെ എനിക്ക് ട്രേഡ് ചെയ്യണം. അവിടെ കുറച്ച് ഗൺ പൗഡർ ഉണ്ട്. ഈ പെയില്, പിന്നെ ഡൈ, പിന്നെ കുറച്ച് കെൽപ്പ്. എന്തായാലും വന്നില്ല. ഇത്ര മതി തൽക്കാലത്തേക്ക്. ഈ പെയിലോക്ക് ട്രീ ഉണ്ടല്ലോ, എനിക്ക് അത് നല്ല വൈറ്റ് കളർ തരുമെന്നാണ് പറഞ്ഞത്. പെയിലോക്ക് ട്രീ. പിന്നെ കുറച്ച് ഗൺ പൗഡറൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞോടാ. പിന്നെ വാട്ടറിങ് ട്രേഡറിൻ്റെ തന്നെ ഞാൻ കുറച്ച് ഈ കാറ്റസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലാക്ക് ഡൈ ആണല്ലോ, ഇത് ബ്ലാക്ക്. ഇത് നമുക്ക് ഇതിനകത്ത് വെച്ച് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ അത് തന്നെ സ്റ്റേഷൻ പോലും നമ്മളെ ഗ്യാസും കിടക്കമുള്ള സംഭവം. എൻ്റെ ഈ ഒരു ആക്സ് ഡയമണ്ട് ആർമർ ഉള്ളതുകൊണ്ട് ഒരു ധൈര്യം തന്നെ, സത്യം പറയാം. ഫുഡില്ല എൻ്റെ ഇതിപ്പോൾ. ഏകദേശം എത്ര സാപ്പിളിങ്? 2 സാപ്പിളിങ് എനിക്ക് കിട്ടുമല്ലോ. കുറച്ച് സാപ്പിളിങ് കിട്ടിയല്ല. കിടക്കട്ടെ. 2 സാപ്പിളിങ്. എഫിഷ്യൻസി 5 ഉള്ളതുകൊണ്ട് അതിൻ്റെ പവർ നോക്കിയാണ്. 1 ക്ലിക്ക് അത്രേ ഉള്ളൂ. ഇനി എൻ്റെ സോഡിൽ ഞാൻ ലൂട്ടിങ് 3 ആഡ് ചെയ്തില്ലടാ. ലൂട്ടിങ് 3 എനിക്ക് കിട്ടുകയും ചെയ്തു. അത് പെട്ടെന്ന് ആഡ് ചെയ്യാം. ലൂട്ടിങ് 3 ആഡ് ചെയ്താൽ എനിക്ക് നെതർ ഫോർട്രസ് കണ്ടുപിടിച്ചിട്ടേ മറ്റേ അവൻ്റെ വെതറിൻ്റെ തലയൊക്കെ വെച്ച് വെതർ സ്കെൽട്ടൻ്റെ തല വെച്ച് വെതറിനെ കൊല്ലാൻ പറ്റുള്ളൂ. ഒരൊറ്റ സാപ്ലിങ് പോലും തന്നില്ല. ഈ ഒരു അവസാനത്തെ മരം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ സാപ്ലിങ് തന്നില്ലടാ. കുഴപ്പമില്ല, നിന്നെ ഞാൻ പിന്നെ വെച്ചോളാം. ഞാൻ എൻ്റെ പഴയ ഐലൻഡ് സർവൈവിനുള്ള പവറൊക്കെ എത്തി. ഇനി എനിക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാനുള്ള എന്തിനാണ്? ഒന്നുമില്ലേ? എന്തിനോ അരി. എൻ്റെ വീറ്റ് ഫാമൊക്കെ അടിപൊളിയായിട്ട് പോകണം. പിന്നെ എൻ്റെ ഷുഗർ കെയിൻ ഫാമും. ഇത് ബാക്കിയൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അവിടെ സാപ്ലിങ് കിട്ടിയാ? നല്ല വിളവെടുപ്പ് തന്നെ ഇവിടെ നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. പിന്നെ കുറേ എണ്ണം വെള്ളത്തിലും പോകുന്നുണ്ട്. ഓക്കെ, സാപ്ലിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. ഇനി എനിക്ക് കുറച്ച് ഷുഗർ കെയിനൊക്കെ നട്ട് ഇപ്പോൾ തന്നെ എൻ്റെ ഇപ്പോൾ എത്ര ഷുഗർ കെയിൻ വന്നിരിക്കും? 30എങ്കിലും 30 കൂടുതലുണ്ട്. നല്ല കാര്യം തന്നെ. ഇനി ഈ കിട്ടിയ ഷുഗർ കെയിൻ ഫുൾ ഇവിടെ നട്ടു വയ്ക്കാം. ഈ കിട്ടിയ ഫുൾ ഷുഗർ കെയിന് ഞാൻ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു പീസ് ഷുഗർ കെയിൻ കൊടുക്കുക. ഇനി ഇതൊന്ന് വലുതാവണ വരെ വെയിറ്റ് ചെയ്യണം. കാര്യം അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഫുള്ള് നട്ട് വെച്ചിരിക്കാം. ഈ ഷുഗർ കെയിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളമുള്ളിടത്ത് മാത്രമേ വളരുള്ളൂ. നമ്മളെ ബാമ്പൂവിനെ പോലെ ഇല്ല. ആവശ്യമില്ലാത്ത എല്ലായിടത്തും വളരുമല്ലേ. അവിടെ ഇനിയും ഉണ്ടോ ഷുഗർ കെയിൻ? ഒരു കാര്യം ചെയ്യുക, ബാക്കിയുള്ളിടത്തും കൂടെ നട്ട് വെച്ചിരിക്കുക.
എനിക്ക് ഷുഗർ കെയിൻ ഫാമൊക്കെ അടിപൊളിയാട്ടാ. ഷുഗർ കെയിൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എൻ്റെ കയ്യിൽ ശവലല്ലേ ഇരിക്കണേ. അവിടെ ഗെയിം ഭയങ്കര ലാഗടാ, അതാണ് എനിക്ക് പറ്റാത്തത്. ഇത് കുറേ ശവല് സിൽ ടച്ച് ഉള്ളതുകൊണ്ടേ കുറേ കാര്യങ്ങൾ അതുകൊണ്ട് ഇപ്പം എൻ്റെ ഗ്രാസ് ബ്ലോക്ക് വരെയുണ്ട്. പിന്നെ അല്ല ജോർജ് സാറ് സീന. ഓക്കെ, ഇനി കിട്ടിയ ഷുഗർ കെയിൻ ഫുൾ ഇവിടെ നട്ടു വയ്ക്കണം. എടാ ഞാൻ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി ഒരു ഷുഗർ കെയിൻ ഫാം തുടങ്ങും കേട്ടാ. എടാ ഇത് തന്നെ പക്ഷെ ധാരാളമാണ്, സത്യം പറയല്ല. അടിപൊളി ലൂട്ടെല്ലാം കിട്ടുന്നുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ലൂട്ടെല്ലാം കിട്ടുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ ഓക്കെ. എടാ ഇതുവരെ തീർന്നില്ലടാ. വിളവെടുക്കാൻ ഇനി സമയമുണ്ട് വിളവെടുക്കാൻ. അതൊക്കെ ഇനി ആയിട്ടേ. ഇനി ഒരു സ്റ്റാക്ക് എനിക്ക് എപ്പോൾ കിട്ടണം ഒറ്റ വിളവെടുപ്പിൽ തന്നെ എനിക്ക് ഒരു സ്റ്റാക്ക് ഷുഗർ കെയിൻ കിട്ടണം. അങ്ങനെ കിട്ടുന്ന സമയത്തെ ഞാൻ എൻ്റെ വിളവെടുപ്പെല്ലാം അടിപൊളിയായിട്ട് നടത്തിക്കൊണ്ട് പോവുള്ളൂ. അതാണ്ടാ എത്ര വലിയ ഫാമടാ. ഒരൊറ്റ ക്ലിക്ക് ചെയ്യുന്നതായി എനിക്കിതാ. എൻ്റെ പൊന്നോ, ഇത്രയൊക്കെ കിട്ടിയ ഇത് മിക്കവാറും ഒരു മെഗാ ഫാമായിരിക്കും അവിടെ എൻ്റെ ഷുഗർ കെയിൻ. ഞാൻ എന്തിനാണ് ഇത് മാറുന്നത്. ഇനി എനിക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ. ആ സമയം കൊണ്ട് ഞാൻ ഈ സ്പ്രൂസ് ലോഗോ ഉണ്ടാക്കി, പിന്നെ ഈ ലോഗോ ഉണ്ടാക്കി, കുറച്ച് സ്റ്റേഴ്സ് ഉണ്ടാക്കി ഇരിക്കട്ടെ. ഇഷ്ടംപോലെ സ്റ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഈ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇനി കുറച്ചും കൂടെ സ്പ്രൂസിൻ്റെ കുറച്ച് സ്പ്രൂസും കൂടെ വേണമല്ലോ എനിക്ക്. എന്നാലും ആ സംഭവം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ സ്പ്രൂസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാടാ. നമ്മൾ സുധീണ്ണൻ്റെ വീഡിയോ കേവ് ലൈഫ് സീരീസിലൊക്കെ സ്പ്രൂസ് ഉപയോഗിക്കണമെങ്കിൽ എനിക്ക് സ്പ്രൂസിൻ്റെ ഫാനായി. കാരണം അത്ര അടിപൊളിയായിട്ട് സ്പ്രൂസ് നല്ല ഡെക്കറേറ്റ് ചെയ്തെല്ലാം വയ്ക്കാമെന്ന്. ട്രേഡിങ് ഹാളിൽ പ്രത്യേക സ്പ്രൂസൊക്കെ അടിപൊളിയായിട്ട് വയ്ക്കാം. ഓക്കെ, ഇനി ഈ ഒരു ലോകം കൂടെ പൊട്ടിച്ചിട്ടേ ഇതിൻ്റെ സാപ്ലിങ് കൂടെ എടുത്ത് നട്ട് വയ്ക്കാം. ലൂട്ടിങ് 3 സോഡ് വെച്ച് നമുക്ക് എല്ലാത്തിലും ക്ലിക്ക് ചെയ്താലേ നമുക്ക് ഇത് സാപ്ലിങ് കിട്ടോടെ. ചാടാൻ പറ്റണല്ലോ. ഇതൊക്കെ പൊട്ടിച്ച് എനിക്ക് സാപ്ലിങ് വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സ്പ്രൂസിൻ്റെ സാപ്ലിങ് ആണ് വേണ്ടേ മകനെ. എനിക്ക് അതിൻ്റെ ഓക്ക് ട്രീയുടെ സാപ്ലിങ് എല്ലാം കിട്ടി. എനിക്ക് സ്പ്രൂസിൻ്റെയാണ് വേണ്ട. സ്പ്രൂസിൻ്റെ സാപ്ലിങ് വേറാടാ. ഒട്ടും കിട്ടാനുള്ള സാപ്ലിങ് ഒന്നും കിട്ടാനുള്ള. നേരത്തെ സാപ്ലിങ് കിട്ടിയ കാര്യം പോലും ഞാൻ അറിഞ്ഞില്ല കേട്ടാ. സാപ്ലിങ് ഇല്ല, സ്റ്റിക്ക് കിട്ടി. രാത്രി ആവുന്നുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ ഷീൽഡ് പകുതിയാക്കി വെച്ചിട്ടാണ് അവന്മാരെ ജീവിതം. സാപ്ലിങ് അല്ലേ ഇപ്പം വീണ? യെസ്, സാപ്ലിങ് തന്നെ. കുറച്ച് സാപ്ലിങ് കൂടെ കിട്ടുമോ? ഈ എത്രത്തോളം ഫാം ചെയ്യാൻ പറ്റുമോ? ഒരു സ്പ്രൂസ് ഫാം കൂടെ പെട്ടെന്ന് ഉണ്ടാക്കണോടാ. സ്പ്രൂസ് ഫാം നമുക്ക് ഈ ബെഡ് റോക്കിനകത്ത് 4 സ്പ്രൂസ് വെച്ച് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 4 സ്പ്രൂസ് വെച്ച് ഒരു വലിയ മരം ഉണ്ടാക്കണം. ആ പരിപാടിയൊന്നും ബെഡ് റോക്കിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കിട്ടിയ സാപ്ലിങ് ഇവിടെ നട്ട് വെച്ചിരിക്കാം. ഞാൻ 2 ലീഫ് 3 ഇതെവിടെ നിന്ന് അവിടെ നിന്ന്. എടാ എനിക്ക് ഇതിനെ ഇപ്പം പേടിയൊന്നുമില്ലടാ. പേടിയുണ്ട്. എനിക്ക് തന്നെ പേടിയില്ല. പിന്നെ മനുഷ്യർക്ക് എല്ലാവർക്കും പേടിയാണ്. ഇത്രയും പൊട്ടന്മാരുടെ ഉമ്മാരി. ഡയമണ്ട് ആർമർ വെച്ച് നീ കളിക്കണമെങ്കിൽ നീ മണ്ടല്ലടാ. അയ്യോ, നീ എന്നാ സോംബിയെ കൊല്ലു.
ആ സോംബി അവൻ എടാ ഞാൻ വിചാരിച്ച പോലെയല്ലടാ ഇവന്മാർ ഭയങ്കര പവർന്ന്. ഓടി ചിന്നമ്പോ അയ്യോ അടിക്ക കൊല്ലല്ലേ കൊല്ലല്ലേ കൊല്ലല്ലേ. എടാ ഇവന്മാർ എന്തിനു പവറാ, ഇവന്മാർ അടിക്ക് സുഖം കാണിക്കില്ല കേട്ടാ. എടാ ഞാൻ വിചാരിച്ചില്ലടാ ഇവന്മാര് ഭയങ്കര പവർ. എടാ ഞാൻ ഇത്രയും പവറൊന്നും ഇവന്മാരെ പ്രതീക്ഷിച്ചില്ല. ഇവന്മാർ ഇത്രയും പവറായ. എടാ ഞാൻ സത്യം പറഞ്ഞ ഗെയിം ഹാർഡിലാണ് ഇട്ടിക്കണേ, ഞാൻ ഇതുവരെ അതിനെ മാറ്റിയിട്ടില്ല. അയ്യോ തിരി അത്രേ ഉള്ളു, നീയൊക്കെ അത്രേ ഉള്ളു. ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ബിൽഡിങ്സ് പണി തുടങ്ങാം പെട്ടെന്ന്. വേറെ ഒന്നുമില്ല, ഏകദേശം എനിക്കിത് കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ബിൽഡ് ഇവിടെ ഇരിക്കട്ടെ. എഫിഷ്യൻസി 5 ഒന്നും പറയില്ല. ഒരു ക്ലിക്കിൽ ഞാൻ എത്ര എണ്ണത്തിനെ ഇങ്ങനെ മാറ്റണേന്ന് പോലും എനിക്ക് തന്നെ മനസ്സിലാവുള്ള. എനിക്കൊരു കാര്യമേ പറയുള്ളൂ, എഫിഷ്യൻസി 5. എടാ ഇതെന്തിനാ ഇത്രയും പവർ സാധനം? എടാ ഞാൻ ഇതിനൊന്നും നീക്കിയില്ലല്ലോ. വാട്ട് മാൻ, ഇങ്ങനെ പതുക്കെ കൊണ്ടുപോകണം. എഫിഷ്യൻസി 5 ഒന്നേ പറയുള്ളൂ, എഫിഷ്യൻസി 5 മാത്രമേ പറയുള്ളൂ. അയ്യോ മടുത്ത് സത്യം പറയല്ല. എടാ ഞാൻ എന്തിനാടാ എഫിഷ്യൻസി 5 ആടിയത്? എടാ ഇതൊക്കെ ഇങ്ങനെയാണ് പൊട്ടിക്കണം ഞാൻ. അതും പൊട്ടിയ എൻ്റെ ആളിയാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി നമുക്ക് 4 സൈഡിൽ കൂടെ 1 2 3, ഇനി അപ്പുറ സൈഡിൽ കൂടെ 1 2 3, ഇപ്പുറ സൈഡിൽ കൂടെ 1 2 3. അപ്പോഴാണ് നമ്മുടെ കഥാനായകൻ പിന്നെയും വന്നത്, നമ്മളെ ലോഗ് തീർന്നു. എഫിഷ്യൻസി 5 ഇവിടെയെങ്കിലും ഒന്ന് യൂസ് ആവുമെന്ന് വിചാരിച്ചാ നോവേ. എടാ വുഡ് തീർന്നടാ. ഒരു കാര്യം ചെയ്യാം, നമുക്കിത് വേറെ രീതി വയ്ക്കാടാ. ഈ രീതി വയ്ക്കണ മോശം, പക്ഷെ മോശമൊന്നും കൊള്ളൂല, കാണാൻ കൊള്ളൂല. ഇത് നല്ല 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 അടിപൊളിയായിട്ടിരിക്കണം. പിന്നെ ബൈ സോഡിൽ എഫിഷ്യൻസി ആഡ് ചെയ്യാൻ പറ്റില്ല, അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. 1 2, ഇനി അവിടെ ഇങ്ങനെ 1 2, ഇവിടെ ഇങ്ങനെ 1 2. സ്പ്രൂസ് കുറേ കൊണ്ടുവരാനുള്ളതായിരുന്നടാ. സ്പ്രൂസ് ഫാം ഞാൻ ഒരു ടൈപ്പ് ഫാം എന്ന് പറയാനും പറ്റില്ല, എന്നാൽ അങ്ങനെ പറയാനും പറ്റും. ആ ഒരു ടൈപ്പ് ഫാമാണ് ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വ്യത്യസ്ത തരം ഫാം, നമ്മളെ സ്പ്രൂസിൻ്റെ ഒരു ടൈപ്പ് ഫാം തന്നെയാണ് ബട്ട് വ്യത്യാസം, ഇനി വ്യത്യാസം അത് തന്നെ വ്യത്യാസം. ഇനി കുറച്ച് ലാബും കൂടെ ഉണ്ടാക്കിയിട്ടാണ് ബാക്കി കളി മക്കളെ. ഇനി ഈ ഒരു സ്ലാബ് കറക്റ്റ് ഇവിടെ ഫുൾ ഇങ്ങനെ സ്ക്വയർ രീതിയിൽ വയ്ക്കണം. എന്നാൽ ഇത് കറക്റ്റായിട്ട്, ഇത് ഞാൻ ചെറിയൊരു ബിൽഡ് എന്തായാലും നമ്മളെ ഹാപ്പി കാസ്റ്റിനെ, എൻ്റെ ഈ മൈൻക്രാഫ്റ്റ് സീരീസിലെ ആദ്യത്തെ ഹാപ്പി കാസ്റ്റ് അല്ലേ, ഇവൻ്റെ പേരെന്തിനെന്ന് ചോദിച്ചാൽ ഇതുവരെ അതിൻ്റെ പേര് ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ നമ്മൾ പതിയിടും. പിന്നെ അല്ല, ഇതൊന്നും ഈ ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ, ഇത് ഞാൻ വെച്ചല്ല, ഇത് ഇട്
ഓക്കെ, ഇനി ഇതിൻ്റെ മണ്ടയിൽ ഒരൊറ്റ ചാട്ടം. കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ചെയ്യുള്ളതെന്ന് വെച്ചാൽ ഈ സ്റ്റേഴ്സ് വയ്ക്കാം. ഈ സ്റ്റേഴ്സ് കറക്റ്റ് രീതിയിൽ ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെയല്ല. പെട്ടെന്ന് ഇതൊന്നും ഉണ്ടാക്കിയിട്ട് ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്തിട്ട് ഇത് മിക്കവാറും കുറേ നേരം എടുക്കുവാടാ. ഞാൻ അപ്പോൾ നെതറിൽ പോയി എത്ര നേരമായെന്നറിയാമോ നെതറിൽ പോയത്. എന്നെ അവന്മാർ വട്ടം കളിപ്പിക്കായിരുന്നു. ഈ പാവമായ മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയേ പറ്റൂ. ഓക്കെ, ഇനി ഇതിങ്ങനെ കൂടെ വെച്ചിട്ട് ഇല്ല, അവൻ ഇങ്ങനെ പൊങ്ങി വരുമല്ല. അയ്യോ, അവന് പൊങ്ങി വരാനുള്ള സ്ഥലമുണ്ടോ? ആർക്കറിയാം. അവൻ പൊങ്ങി വന്നാലും പൊങ്ങി വന്നില്ലെങ്കിൽ അവൻ ഇവിടെ തന്നെ ഈ ലോക്കായി കിടക്കും. എടാ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല, സത്യം പറയല്ല. എടാ ഞാൻ വേറെ എന്തിനാ ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ വേറൊന്നും ബിൽഡ് ചെയ്യാറുന്നില്ല. എടാ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഹാപ്പി കാസ്റ്റ് ജനിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ വേറെ എന്തെങ്കിലും ഒരു സ്ഥലം ബിൽഡ് ചെയ്ത് വയ്ക്കണമായിരിക്കും നല്ലത്. ഇത് നേരെ ആവണല്ല, എനിക്ക് നേരെ വേണം. വാശി ഇതെങ്ങനെയാണ് വയ്ക്കാനുള്ളത്? ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണല്ലോ വയ്ക്കാനുള്ളത്. പക്ഷെ എനിക്ക് അവിടെ നേരെ വയ്ക്കാൻ പറ്റണല്ലോ. ഞാൻ നേരത്തെ കറക്റ്റായിട്ടല്ലടാ വെച്ചേ. എനിക്ക് പോലും പോകാൻ പറ്റണല്ലടാ. പിന്നെ അവ എങ്ങനെ വരും? ഈ സ്ഥലം കുറച്ചും കൂടെ താഴ്ത്തി കൊടുക്കണം കേട്ടോ. എനിക്ക് മഴയത് കുറേ നേരം കൊണ്ട് ഇതിങ്ങനെ വയ്ക്കണം. ഇതിങ്ങനെ വയ്ക്കണം. ഇത് ശരിയാണല്ലോ. ഇവിടെ എന്തെങ്കിലും സിമെട്രി തെറ്റുണ്ടോ? ഇല്ല, ഇങ്ങനെ തന്നെ ഇരിക്കട്ടാ. എടാ ഇത് ഇവിടെയാടാ വയ്ക്കുള്ളടാ. ഞാൻ വച്ച സ്ഥലം അല്ല കറക്റ്റ് തന്നെ. ഇതെന്ത് പറ്റി? ഇതിൻ്റെ പുറത്ത് ഇങ്ങനെയും കൂടെ ഒന്ന് വെച്ചിട്ട് ഒരു സ്ഥലവും ഇല്ലടാ, സ്ഥലമില്ല. എൻ്റെ ആളിയോ ദേഷ്യം. ഇത് കുറച്ചും കൂടെ പൊക്കി വെക്കായിരുന്നു സത്യം പറയാൻ. ഇനി ഓക്കെ, ഇനി ഒരു സാധനം എന്താ ഇങ്ങനെ വെക്കാടാ. ഓക്കെ, ഇപ്പം കുഴപ്പമില്ലാതിരിക്കണുണ്ട്. ഇപ്പം കൊള്ളാടാ, ഇപ്പം കുറച്ചും കൂടെ കൊള്ളാം. നേരത്തെ അത്ര ആയില്ലെങ്കിലും കുറച്ചും കൂടെ ഞാൻ പറയണത്. ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്കും ഇഷ്ടപ്പെട്ടില്ല നേരെ. പിന്നെ എന്തെങ്കിലും ഒരു ബിൽഡ് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് തന്നെ. വെറുതെ ഒരു രസം. ഇനി ഓ മൈ ഗോഡ് ബേബേ, ഇത് എഫിഷ്യൻസി 5 വേറൊന്നുമില്ല. ഇത് സ്പാം ക്ലിക്ക് പോകണുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ ഒറ്റ ക്ലിക്ക് ഡെത്ത് പാത്തൊക്കെ എൻ്റെ കയ്യിൽ കിട്ടൂടെ? ഇതൊക്കെ എപ്പം ഇത് ഞാൻ മുമ്പ് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുമോ? സെൽ ടച്ച് വെച്ചിട്ട് തന്നെ ഇത് കൈ കിട്ടുമോ? ഞാൻ ഇപ്പോഴാണ് അറിയണത് തന്നെ. മണ്ടായി. ഇനി ഒരു 2 ബക്കറ്റിൻ്റെ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ ഇഷ്ടം വരാനുണ്ട്. നോ വറീസ്. ഇതുവരെ ഒരു ബേസ് പോലും ആയിട്ടില്ല. ബക്കറ്റ് ഉണ്ട്. ഇതുവരെ ഒരു ബേസ് പോലും എനിക്ക് നല്ലൊരു ബേസ് പോലും ആയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഫുൾ ഡയമണ്ട് ആർമർ. സത്യം പറഞ്ഞാൽ ഇത് തന്നെ എൻ്റെ ബേസ്. ഇതാണ്ട ഈ കാണുന്നത്. ഇതൊരു നല്ലൊരു ബേസിൻ്റെ ഇല്ലടാ. എന്നിട്ട് ഞാൻ ഫുൾ ഡയമണ്ട് ആർമർ, ഹാപ്പി കാസ്റ്റ്, എന്തൊക്കെ. സത്യം പറയില്ല, ഞാൻ ഇങ്ങനെ ഇതുവരെ കളിച്ചിട്ടില്ല. ഇപ്പോഴെങ്കിലും ഞാൻ മൈൻക്രാഫ്റ്റ് പ്രോ ആയില്ലടേ. പ്രോ ആയില്ല.
ഓക്കെ, ഇനിയൊന്നുമില്ല. ഇനി ആ ചെറുക്കനെ കൊണ്ടുപോവാ ഇവിടെ ഇടും. അവൻ ജനിച്ച് ഇങ്ങനെ പറന്ന് നടക്കും. അവൻ പറന്ന് നടക്കുമ്പോൾ ഞാൻ അവനെ തുറന്നു വിട്ടിട്ട് ഇത് അതേ രീതിയിൽ ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ഇതൊരു കിണർ പോലെ ഞാൻ സെറ്റാക്കി വയ്ക്കും. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ ഒരു ഡയലോഗ് പറയുന്നു. എല്ലാ ഐശ്വര്യങ്ങളും നേരിട്ട് കൊണ്ട് നമ്മുടെ ഈ മൈൻക്രാഫ്റ്റ് സീരീസ് മൈൻക്രാഫ്റ്റിൽ തന്നെ എൻ്റെ മൈൻക്രാഫ്റ്റ് ലൈഫിൽ തന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ ഹാപ്പി ഗാസ്റ്റിനെ ഞാൻ ഇവിടെ വയ്ക്കാൻ പോകുന്നു. ഇനി യവൻ ഒന്ന് സെറ്റായി വരണം. അപ്പോഴത്തേക്കല്ലേ ഞാൻ ഇനി ഇവിടെ സെറ്റായി വരട്ട്. ഇനി അവൻ സെറ്റായി വരാൻ കുറേ നേരം എടുക്കും. ആ സമയം കൊണ്ട് ഞാൻ എവിടെ സ്നോ ബയോം വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ കണ്ടുപിടിച്ച് വയ്ക്കാം. അവനെ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗി, സന്തോഷമായി. ഇനി ഞാൻ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, എൻ്റെ കുറച്ച് ഒരു സ്റ്റെയറും കൂടെ വേണമായിരുന്നടാ. ഈ ഒരു ഭാഗം ഇങ്ങനെ ഇതൊരു കിണർ പോലെ തന്നെ, ഒരു കിണർ പോലെ. എനിക്ക് ഈ സ്റ്റെയർ എനിക്ക് അത്ര ഇഷ്ടപ്പെടണല്ലോ. സ്റ്റെയർ വേണ്ട, സ്റ്റെയർ ശരിയാവണേ, കൊള്ളൊരു സ്റ്റെയർ രസമില്ലടേ. സ്റ്റെയർ ആണെങ്കിൽ രസവും ഇല്ല, എനിക്ക് അങ്ങോട്ട് നേരെ പോകാനും പറ്റണല്ലോ ഈ സ്റ്റെയർ കാരണം. അത് തന്നെ, ഈ സ്റ്റെയർ കാരണം. സ്റ്റെയർ ഇല്ലെങ്കിൽ ഒരു രസമുള്ളൂടെ. ഇപ്പോഴെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. പക്ഷെ നമ്മൾ ഈ ട്രേഡിങ് ഹാളിലൊക്കെ സ്റ്റെയർ വേണം. ആ ട്രേഡിങ് ഹാളിലൊക്കെ സ്റ്റെയർ ഇല്ലെങ്കിൽ 1 ബോറാവും. എന്തൊക്കെ പറഞ്ഞാലും ട്രേഡിങ് ഹാൾ സ്റ്റെയർ വേണോടെ. അതിൽ ഇല്ലെങ്കിൽ 1 ബോറാവൂടെ. ഞാൻ ഇപ്പോഴല്ലേടെ ഒന്ന് കിടന്ന് ഇതൊക്കെ വച്ച് തുടങ്ങിയുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ രാത്രി. എന്തിനാ ഈ ഗെയിമിന് പറ്റിയത്? മൈൻക്രാഫ്റ്റിന് എന്തോ പറ്റി. അവർ രാത്രി സമയം ഇച്ചിരി കൂട്ടിയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിങ്ങനെ വരൂലടാ, സത്യം. ഇനി ലാസ്റ്റത്തെ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വച്ചിട്ടേ ഇനി ഈ ശവല് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇവിടെ ഈ സ്പാം ക്ലിക്ക് ചെയ്ത് ഡേർട്ടല്ലേ ഇവിടെ. ഈശ്വര, നിനക്ക് എത്ര എന്നാ വഴി കൂടെ പോണവന്മാർ വരെ അടിച്ചിട്ട് പോണോടാ. ഞാൻ വല്ലോം വിളിച്ചു പറയും. ഒരു കാര്യം ചെയ്യടാ, ഇനിയേ ഇതൊന്ന് ഫസ്റ്റ് ഒന്ന് കിടന്നോട്ടെ. ഞാനൊന്ന് കിടന്നോട്ട്. ഞാൻ ഈ കുറേ എടാ സത്യം പറയാൻ എനിക്ക് ഭ്രാന്ത് പിടിക്കണ ഈ ഗെയിം. ചില സമയത്ത് ഈ ഗെയിം ഉണ്ടല്ലോ, എൻ്റെ എടാ വിളിച്ച് പറയും കാണല്ല. ബോൺമയിലിരിക്കട്ടെ കയ്യിൽ. എടാ 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 ഇവന്മാർ ഈ സ്വഭാവം, ഈ ക്രീപ്പറിന് എന്തറാ എൻ്റെ അടുത്ത് ഇത്രയും ദേഷ്യം? ക്രീപ്പറിൻ്റെ അടുത്ത് ഇത്രയും ദേഷ്യം തരും എൻ്റെ അടുത്ത് ഇത്രേ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ക്രീപ്പർ ഇത്രയും ശത്രുക്കളായിരുന്നു. എൻ്റെ ബെഡ് റീസ്പോൺ സെറ്റ് ചെയ്യണമല്ലോ. സത്യം പറയല്ലേ എടാ, ഈ ഗെയിം സത്യം പറഞ്ഞാൽ ഈ ക്രീപ്പർ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു മോബാണ് ക്രീപ്പർ. അതുകൊണ്ട് എൻ്റെ ഡയമണ്ട് ആർന്നതിൻ്റെ പകുതി ലൈഫാക്കിയടാ. ഇതേത് ഇൻഫിനിറ്റി ബുക്ക്, എൻ്റെ അയൺ. അയ്യോ അയ്യോ, അണ്ണൻ വലിയ സെറ്റപ്പാടാ. സത്യം പറയാല്ല, ഞാൻ വലിയ സെറ്റപ്പാണ്.
ബാക്കിയുള്ള പെട്ടി ഇതായി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ബാക്കി എൻ്റെ സാധനങ്ങളെല്ലാം വയ്ക്കാം. എൻ്റെ ടൂൾസ് എൻ്റെ എടാ സത്യം പറയാൻ എനിക്ക് ഈ ഗെയിം ചില സമയത്ത് ഞാൻ പിന്നെയും പറയണ വെച്ചാൽ ഇത് എന്തൊരു സംഭവിക്കണേ, ഇനി വല്ലതും ക്രീപ്പർ വല്ലതും വല്ല പൊട്ട് ആടിച്ച് കയറ്റി കൊടുക്കും. ഞാൻ ആടിച്ച് ഗെയിം എൻ്റെ കയ്യിലാക്കി ഞാൻ എന്തൊക്കെ പറയണമെന്നറിയാമോ? ക്രീപ്പർ ഇങ്ങനത്തെ ഒരു ചതി എൻ്റെ അടുത്ത് കാണിക്കുമെന്ന് ഞാൻ എൻ്റെ ജന്മത്തെ പ്രതീക്ഷിച്ചില്ല. കിട്ടിയില്ല, കഴിഞ്ഞില്ല, സമാധാനമായില്ല. ഡ്രൗണും ചെത്തിട്ടുണ്ട്. ക്രീപ്പറാണേ. അയ്യോ ബല്ലേ. ആരോ ഇല്ല. ലൈഫില്ല. സത്യം പറയണ ഗെയിമിന് എന്തരാ ഈ ഗെയിമിന് പറ്റിയത്? എനിക്ക് ആകെയുള്ള എൻ്റെ ബേസായിരുന്നു. റീസ്പോൺ സെറ്റ് ചെയ്ത് വെച്ചോണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇട്ടാപ്പൊട്ടിയായിപ്പോൾ. ഇനി ഒരു സംഭവം കൊണ്ടുണ്ട്, ഒരൊറ്റ കാര്യം കൂടെ. ആ ലാൻഡേണും ആ കുറച്ച് ബോൺ മീലെല്ലാം ചെയ്തിട്ടേ എനിക്ക് അടിയിലേ ഞാൻ എന്തിനൊക്കെ പറയണം. ലാൻഡ് ബൈ ദ വേ എടാ, ഞാനേ നെതറിൽ പോയി കുറച്ച് സോൾ സാൻഡ് എടുത്ത് ഇതാ ഇവിടെ ആയിട്ടൊരു അക്വേറിയം പണിഞ്ഞടാ. ഞാൻ അവിടെ സോൾ സാൻഡ് എല്ലാം വെച്ച്. ഈ സോൾ സാൻഡിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫിൽട്ടർ. പിന്നെ ഞാൻ വാർഡൻ ട്രേഡർ നമ്മളെ ഫിഷർമാനിൽ നിന്നും വാർഡൻ ട്രേഡറിൽ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ട്രോപ്പിക്കൽ ഫിഷ്. എനിക്ക് ട്രോപ്പിക്കൽ ഫിഷിൻ്റെ ട്രേഡെല്ലാം തന്നു. അപ്പം ഞാൻ കുറേ വാങ്ങിച്ച്. പിന്നെ ബോൺ മീൽ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഈ കളറുള്ള ഈ ഗ്രാസ് എല്ലാം വന്ന്. പിന്നെ ഇവിടെ ഒരു കേവ് പോലെ സെറ്റാക്കി ഈ ഗ്ലാസ് എല്ലാം വെച്ച് ഇപ്പോൾ സെറ്റായി. സത്യം പറഞ്ഞാൽ എപ്പം ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നെതറിൽ പോയി വന്നിട്ട് ഈ ഭാഗം വെറുതെ കിടക്കണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ അവിടെ ഒരു അക്വേറിയം എല്ലാം പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യാനുള്ള എൻ്റെ ഈ 32 ലാൻഡാണ് എടുത്ത് ഇതിൻ്റെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തോണ്ടേ ഇരിക്കണം. ഇങ്ങനെ വെച്ചെടുക്കുന്നതോറും വെട്ടം കൂടും. അതിപ്പോഴാണ് നിങ്ങൾ അറിയേണ്ടത്. ഓക്കെ എടാ, ഇനി ഓടിച്ചെന്ന് മണ്ടേ കയറണം. ഇനി ഇത്ര ലൈറ്റ് മതി തൽക്കാലത്തേക്ക്. ഇത്ര ലൈറ്റ് മതിയടാ. ഇനി എൻ്റെ കയ്യിലുള്ള ഈ ശവൽ വെച്ച് ഇവിടെ ഒരു പാത്ത് ബ്ലോക്കല്ല പാത്താക്കി കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് പാത്ത് ഇവിടെ ആൾക്കാർ പറഞ്ഞ രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. പിന്നെ എല്ലായിടത്തും ഇങ്ങനെ പാത്ത് ബ്ലോക്ക് ആക്കില്ല, ചിലയിടത്ത് മാത്രം ഈ ഗ്രാസ് ബ്ലോക്ക് ആക്കി വയ്ക്കണം. എൻ്റെ ലൈഫ് ഒട്ടുമില്ലടാ. മതി, ഇത്രയും മതി. ഓക്കെ, ഇനി എൻ്റെ ഉള്ള ഗോൾഡൻ ക്യാരറ്റ് കുറച്ചെടുത്ത് തിന്നോട്ട്. വിശന്നിട്ട് വയ്യടാ. നെതറിൽ ഇപ്പോൾ എത്ര ഡയമണ്ട് ആർമർ കളഞ്ഞെന്നറിയാമോ പറഞ്ഞിട്ട്.
എടാ ഈ സൈഡിലത്തെ ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് കളഞ്ഞാലേ, ഈ സൈഡിലത്തെ ബ്ലോക്ക് ഇങ്ങനെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞായിരിച്ചോ, എനിക്കിവിടെ കൂടെ ഇറങ്ങാൻ പറ്റില്ല. അവൻ്റെ മുഖം മാറിയാ? ആ അവൻ്റെ മുഖം മാറിയടാ. അവ ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ഇനി ഞാൻ പോയി അടുത്ത എപ്പിസോഡിൽ ഇവൻ ഞാൻ ജനിക്കണേ അല്ല, അടുത്ത എപ്പിസോഡിൽ ഇവൻ ജനിച്ചതെല്ലാം കാണിച്ചു തരാം. ജനിച്ചതല്ല പക്ഷേ ഇവൻ ഇതെന്തിന് 2 സോഡ്? ഓ ശരിയാണ്, ഇവൻ ജനിച്ച് പറന്ന് നടക്കണ എല്ലാം ഞാൻ കാണിച്ചു തരാം അടുത്ത എപ്പിസോഡിൽ. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇവന് ഈ എപ്പിസോഡിൽ ഞാൻ ഒരു പേരെടുക്കാൻ പോണേ ഇവന്. ഇവ എന്തായാലും ഇവിടെ എൻ്റെ മുഖം ഇവിടെ. ഇവ എന്തായാലും വലുതാവുമ്പോൾ ഇവൻ്റെ ഒരു ചിരിയുണ്ട്. അപ്പോൾ ഇവൻ്റെ ചിരിയും ഇവൻ്റെ തടിയും വെച്ച് നോക്കുകയാണെങ്കിൽ ഇവന് നല്ല പറ്റിയൊരു പേര് എൻ്റെ അർത്ഥത്തിൽ ഇവൻ്റെ പേര്, ഇവൻ്റെ ചിരി ഇവൻ്റെ പേര് സന്തോഷ്. അത് തന്നെ, ഇവൻ്റെ പേര് സന്തോഷ്. ഒരു മാറ്റമില്ല, ഇവൻ്റെ പേര് സന്തോഷ്. അവൻ്റെ മുഖം പിന്നെ മാറിയിട്ടുണ്ട്. ഇനി നിനക്ക് ചിരിക്കണ ഒരു മുഖം കാണും. ആ ചിരിക്കണ മുഖം വരുമ്പോഴാണ് നിൻ്റെ പേര് കുറച്ചും കൂടെ മാച്ച് ആവണം. അപ്പോൾ നിൻ്റെ പേര് സന്തോഷ്. ഓ മൈ ഗോഡ് ഓക്കെ, നിൻ്റെ പേര് സന്തോഷ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ വിളിക്കാം. നിൻ്റെ പേര് സന്തോഷ്. ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഈ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിലെ ആദ്യത്തെ ഹാപ്പി കാസ്റ്റ്. എടാ ഇനി എൻ്റെ വേൾഡ് ഒരു ടൂർ കാണിക്കണം എനിക്ക് നിങ്ങളെ. എൻ്റെ വേൾഡ് ടൂർ അത് എപ്പോഴെങ്കിലും ഞാൻ കാണിക്കാം. അതാണ്ട് ഇനി ഒന്നുമില്ല. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ദ വേ, ഇനി അടുത്ത എപ്പിസോഡിലാകുമ്പോൾ വളരട്ടെ കേട്ടോ.